ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ LGS മാത്സിൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. 141/2023 എന്ന് പറയുന്നത് നമ്മുടെ LGSൻ്റെ 2023 ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു പ്രിലിംസിനായിട്ടുള്ള. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ഇതിൻ്റെ ഞാൻ എഴുതിയിരുന്ന, അതായത് വിത്ത് അനൗട്ടഡ് PDF എന്ന് പറയും, നമ്മൾ എഴുതിയിരിക്കുന്ന, അതായത് വിത്ത് സൊല്യൂഷനോടുകൂടിയ PDF എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്തിരിക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഒന്ന് നോക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 21 ഒറ്റ സംഖ്യകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മുതൽ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ തുടർച്ചയായ n ഒറ്റ സംഖ്യ, അതായത് 21 ഒറ്റ സംഖ്യ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 21ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഈ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം പാറ്റേൺ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 100ന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാകും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്? 1 ഇവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ ഇരട്ടി 0 ഇട്ട് കൊടുക്കുക. എത്ര 0 നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് അതിൻ്റെ ഇരട്ടി 0 ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താണ്, 100ന്റെ സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യുക, 1 ഇട്ട് കൊടുക്കുക. ഇവിടെ 2 0 എന്നുള്ളത് എത്രയായിട്ട് മാറണം? 4 0 ആയിട്ട് മാറും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1000 ആണ്. 1000ന്റെ വർഗം എന്ന് പറയുന്നത് 1 കഴിഞ്ഞ് എത്ര വേണം? ഇവിടെ 3 0 ആണെങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ അത് എത്രയായിട്ട് മാറും? 6 0 ആയിട്ട് മാറും. സോ 1 കഴിഞ്ഞ് എത്ര 0 എന്ന് ചോദിച്ചാൽ അവിടെ എത്രയാണ്? 6 ആണ്. നെക്സ്റ്റ് നോക്കാം. 90 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടുന്നു? അതായത് പറയുന്നത് 90 km ആണ് എന്ത് ചെയ്യുന്നത്, എത്ര ഒരു മണിക്കൂർ കൊണ്ട് ഓടുന്നത്. അപ്പം നമുക്ക് എത്ര സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ എത്ര ഓടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ km/h എന്ന് പറയുന്നതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? km/h എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ m/s മാറ്റാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അല്ലെ, km/h എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയെ m/s എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റാൻ ചെറിയ 5 കൊണ്ട് ഗുണിക്കുക. 5/18. m/s എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയെ km/h എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? വലിയ 18, അല്ലെ, 18/5 കൊണ്ട് ഗുണിക്കുക. ഇതാണ് ആ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 90നെ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര m/s, ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ആണെന്ന് കിട്ടും? 90. ഇതും കൂടി കട്ടായി പോകും. എത്ര? 18 5 ആണ് 90 എന്ന് പറയുന്നത്. 5 × 5 എത്രയാണ്? 25 മീറ്റർ ആണ്. സോ ഒരു സെക്കൻഡിൽ ഈ വാഹനം ഓടുന്നത് 25 മീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM കണ്ടുപിടിക്കണം. 6, 8, 10 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ 3, ഇവിടെ എത്രയാണ്? 4 വരും, ഇവിടെ 5 വരും, അല്ലെ? 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ LCM എന്ന് പറയുന്നത് എന്താണ് വരേണ്ടത്? 2 × 3 × 4 × 5 ആണ്. 5 × 4 20, 20 × 3 60, 60 × 2 എന്ന് പറയുന്നത് 120 ആണ്. സോ ഇവിടെ ഇത് ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 120 ആണ്. ഇനി അതെല്ലാം ഹരിക്കാൻ പറ്റും, ഏറ്റവും ചെറുതാണ് വേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ 120 എടുക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. 3, 4, 5 = 6, 8, 10 എന്താണെന്നാ വേണ്ടത്? ഇവിടെ നോക്കിക്കേ, ഈ തന്നിരിക്കുന്നത് 3ന്റെ ഇരട്ടിയാണ് 6 എന്ന് പറയുന്നത്, അല്ലെ? 4ന്റെ ഇരട്ടിയാണ് 8, അല്ലെ? × 2 ആണ് ചെയ്തിരിക്കുന്നത്, × 2. സോ നമുക്കിവിടെ എന്ത് ചെയ്യണം? 5ന്റെ ഇരട്ടി 5ന് 2 കൊണ്ട് ഗുണിക്കണം. 5ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? 10 വരും. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം.
രണ്ട് സംഖ്യകളുടെ ലസാഗു 300 ഉസാഗ 10 അവയിൽ ഒരു സംഖ്യ 60 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. എന്താണ് പറയുന്നത്? രണ്ട് സംഖ്യകളുടെ ഇപ്പൊ സംഖ്യകൾ എയും ബിയുമാണ് എങ്കിൽ ആ സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ LCM-ഉം HCF-ന്റെയും മൾട്ടിപ്പിളിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് ആ സംഖ്യകളുടെ LCM-ന്റെയും HCF-ന്റെയും പ്രോഡക്റ്റിനോട് ഈക്വൽ ആകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സംഖ്യ 60 മറ്റേ സംഖ്യ നമുക്കറിയില്ല. LCM എന്ന് പറയുന്നത് 300, HCF എന്ന് പറയുന്നത് 10. അപ്പൊ നമ്മൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന 300 × 10 ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? 60 ചെയ്താൽ മതി. ഇത് കട്ടായി പോകും. 6 30 കൂടി 5 തവണ. സോ ആൻസർ വരേണ്ടത് 50. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1/8 + 1/9 = 1/x ആയാൽ എക്സിന്റെ വില എത്ര? നമ്മൾ നോർമലി ഭിന്നസംഖ്യ ചെയ്യുമ്പോൾ തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം നോക്കിക്കേ, 9 + 8 ഡിവൈഡഡ് ബൈ 8 × 9 = എന്ത് വരും? 1/x എന്ന് വരും. 8 9 എത്രയാണ്? 17/72 = 1/x. ഇവിടെ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ ബിയിലേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. 17/72 കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വിലയാണ്. ഈ 17/72 എന്ന് പറയുന്നത് 1/x ആണ്. സോ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതും തിരിച്ചിടണം. സോ ആൻസർ വരേണ്ടത് 72/17. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. √x + √64 = 9:1 ആയാൽ എക്സിന്റെ വില എത്ര? പറഞ്ഞിരിക്കുന്നത് എന്താണ്? √x + √64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. which is equal to 9:1 ആയാൽ √x എന്ന് പറയുന്നത് 9:1 9.1 - 8 ആണ്. ആൻസർ എത്ര വരും? 1.1 എന്ന് വരും. √x 1.1 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 1.1ന്റെ സ്ക്വയർ ആണ്. 11ന്റെ സ്ക്വയർ 121 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്. സോ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര വേണം? ഇരട്ടി ആവണം, 2 ഡിജിറ്റ് ആവണം. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. സോ ഓപ്ഷൻ ഡി 1.21 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 10:102 ആണെങ്കിൽ 20 എത്ര? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 10 102 നമ്മൾ റിലേഷൻ നോക്കണം. ഇവിടെ നോക്കിക്കേ, 10 ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 10ന്റെ സ്ക്വയറിനോട് നമ്മൾ 2 കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 102 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 ഇവിടെ എന്ത് ചെയ്യണം? 20ന്റെ സ്ക്വയറിനോട് നമ്മൾ 2 കൂട്ടണം. 20ന്റെ സ്ക്വയർ എത്രയാണ്? 400. 400നോട് 2 കൂട്ടുമ്പോൾ 402 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1.25 × 1.25 - 2 × 1.25 × 0.25 + 0.25 × 0.25. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, 1.25 × 1.25 ഈ പറയുന്നത് ഇത് a² - 2 × a × b + b². ഇതാണല്ലോ ഫോർമാറ്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? a - b ദി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് എന്ത്? a² - 2ab + b² എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എന്താണ് വരേണ്ടതെന്ന് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടത് 1.25 മൈനസ് ഇവിടെ എന്ത് വേണം? 0.25 ചെയ്താൽ മതി. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഇത്രയും ചെയ്താൽ മതി. ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 1.25ൽ നിന്ന് 0.25 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് വരേണ്ടത്? 1 ആണ്. സോ 1ന്റെ സ്ക്വയർ ചെയ്യുക. 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? ഓപ്ഷൻ സി 1 തന്നെയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, കൂട്ടത്തിൽ പെടാത്ത സംഖ്യ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വലിയ ലോജിക്കൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില 20% ലാഭം 20% നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? 100 വെച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ. 20% ലാഭം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 120 ആക്കി എടുക്കണം. ഉണ്ടോ? 20% 100 രൂപയുടെ സാധനം 120 രൂപയ്ക്ക്. ഈ 120% ഈ പറയുന്ന 720 എങ്കിൽ ഈ പറയുന്ന 100% എത്രയെന്നാണ് നമ്മളോട് ഈ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. 2 എണ്ണമുള്ളതിനെ മുകളിൽ എഴുതുക, 1 എണ്ണമുള്ളതിനെ താഴെ എഴുതുക. ഇതാണ് അതിന്റെ റൂള്.
ഓക്കെ, ഇവിടെ നമുക്കറിയാം എന്ത് ചെയ്യാം, നമുക്ക് 720 ഇതും കൂടി കട്ടായി പോകും. എത്ര തവണയാണ്? 12 120 അല്ലേ? ഓക്കെ, ഇവിടെ എത്ര തവണ വരും? ഈ 0 0 കൂടി കട്ടായി പോകും. 12 72 എത്ര തവണ? 6 തവണ. 6 ഇൻറ്റു 100 എന്ന് പറയുന്നത് 600 ആയിരിക്കും. അതായത് 600 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ് അയാൾ 720 രൂപയ്ക്ക് വിറ്റത്. സോ അയാൾക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 രൂപ അയാൾക്ക് ലാഭം കിട്ടി. 30 പേരുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം ആണ്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി 60.5 കിലോഗ്രാം ആയെങ്കിൽ മാറ്റിയാളുടെ ഭാരം എത്ര? നമ്മളെപ്പോഴും ഇത് ചെയ്യുന്നുണ്ട് അല്ലേ? വയസ്സ് വെച്ചിട്ടും മാർക്ക് വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എണ്ണമുണ്ട്, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ശരാശരി ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തുക കണ്ടുപിടിക്കണം. എണ്ണം എന്ന് പറയുന്നത് 30 പേരുടെ ശരാശരി 60 ആണ്. തുക എന്ന് പറയുന്നത് എത്രയാണ്? 30 ഇൻറ്റു 60 1800 ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാളെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയപ്പോൾ എണ്ണം 29 ശരാശരി അത് 60.5 ആയിട്ട് മാറും. ഇവിടെ എത്ര വരും? 29 ഇൻറ്റു 60.5 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ വരേണ്ടത്? 1754.5 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. 1800 നിന്ന് ഈ പറയുന്ന 1754.5 മൈനസ് ചെയ്യുക. ഇവിടെ എത്ര വരും? ഇവിടെ 0 ആണ് അല്ലെ? ഇവിടെ എന്ത് ചെയ്യണം? 10 നിന്ന് 5 കുറയ്ക്കണം. ഇവിടെ 9 ആകും, ഇത് 9 ആകും, ഇത് എത്രയാകും? 7 ആകും. ഇവിടെ നമുക്ക് നോക്കാം. 10 നിന്ന് 5 കുറക്കുമ്പോൾ ഇവിടെ 5 വരും. 9 നിന്ന് 4 കുറക്കുമ്പോൾ ഇവിടെ 5 വരും. 9 നിന്ന് 5 കുറച്ചാൽ 4 വരും. സോ ആൻസർ എത്രയാണ് വരേണ്ടത്? 45.5 കിലോഗ്രാം ആണ് മാറ്റിയാളുടെ ഭാരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നോക്കാം. 16 മീറ്റർ നീളമുള്ള ചരടിൽ നിന്നും 80 സെന്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ? ഇവിടെ നോക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മീറ്ററിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെന്റിമീറ്ററിലുമാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പറയുന്ന മീറ്ററിനെ എന്തിലോട്ട് മാറ്റണം? സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ 16 ഇൻറ്റു 100 ചെയ്താൽ മതി. 100 സെന്റിമീറ്റർ, അതായത് 1600 സെന്റിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന 1600 സെന്റിമീറ്റർ ഉള്ള ചരടിൽ നിന്ന് 80 സെന്റിമീറ്റർ ഉള്ളത് വെച്ച് എത്ര എണ്ണം ഉണ്ട്? 0 0 കട്ടായി പോകും. 8ഉം 16ഉം 2 തവണ. സോ ആൻസർ എത്ര വരും? 20 പീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുറിച്ചെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വേണം. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വേണം. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വേണം. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 വേണം. കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ എല്ലാത്തിന്റെയും ഡിഫറൻസ് നോക്കുക. എല്ലാത്തിൻ്റെ ഡിഫറൻസും 1 ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് ഇതിന്റെ LCM ആദ്യം കണ്ടുപിടിക്കുക. LCM ഓഫ് എന്തിന്റെ? 2 3 4 5ന്റെ LCM കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. 2 3 4 5ന്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ 2 കൊണ്ട് ചെയ്യുക. 1 3 2 5 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ആൻസർ എത്ര വരും? LCM എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5 ആണ്. 3 15, 15 ഇൻറ്റു 2 30, 30 ഇൻറ്റു 2 എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്ന ശിഷ്ടത്തിന്റെ ഈ വ്യത്യാസം പറഞ്ഞിരിക്കുന്ന 1 ആണല്ലോ. സോ ആ 1 അങ്ങ് മൈനസ് ചെയ്താൽ മതി. 60ൽ നിന്ന് ആ 1 മൈനസ് ചെയ്താൽ ആൻസർ എത്ര വരും? 59 വരും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. 59 നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് ഹരിച്ച് നോക്കാം. റാൻഡം ആയിട്ട് ചെയ്ത് നോക്കാം. 1 അല്ലെ? ആൻസർ എത്ര വരും? 2 വരും. അല്ല, 3 വരും. ശിഷ്ടം എത്രയാണ്? 2 29. എത്രയാണ്? 1/2 3 27. ശിഷ്ടം എത്രയാണ്? 2 ഉണ്ടോ? 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 2 കിട്ടി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 59നെ നമുക്ക് 5 കൊണ്ട് ഹരിച്ച് നോക്കാം. ഇവിടെ എത്ര? 1 തവണ. ഇവിടെ എത്ര വരും? 5. ഇവിടെ 9 ഇറക്കി എഴുതാം. 1 തവണ. ഇവിടെ 5. ശിഷ്ടം എത്ര വന്നു? 4 വന്നു. 5 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 4 വന്നു. കണ്ടോ? എല്ലാം കറക്റ്റ് ആയിട്ട് വന്നില്ലേ? നെക്സ്റ്റ് നോക്കാം. ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ 5980 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നഷ്ടം ഡിവൈഡഡ് ബൈ എന്താണ്? എന്ത് വെച്ചിട്ടാണ് നമ്മൾ ശതമാനം കണ്ടുപിടിക്കേണ്ടത്? വാങ്ങിയ വില ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. നഷ്ടം എന്ന് പറയുന്നത് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 6500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 5980 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. ഇവിടെ 0 വരും. 10ൽ നിന്ന് 8 കുറച്ചാൽ ഇവിടെ 2 വരും. ഇവിടെ എത്രയാണ്? ഇവിടെ 1 എടുക്കുക 4. 14ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും?
5 വരും. 520 രൂപയാണ് അയാളുടെ നഷ്ടം. സോ ഇവിടെ എത്ര വരും? 520 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 6500 ആണ്, ഇൻറ്റു 100 ചെയ്യണം. ഈ പൂജ്യം കൂടി കട്ടായി പോകും. ഇവിടെ എത്രയാണ്? നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 13 വരും. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1, ഇവിടെ 0 വരും. 20ൽ 4 തവണ 104/13 എന്ന് വരും. എഗെയിൻ നമുക്കിതിനെ 13 കൊണ്ട് കട്ട് ചെയ്യാം. എത്ര തവണ? 8 തവണ. സോ ശതമാനം, നഷ്ടശതമാനം എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1 1 2 3 5 8 എത്രയാ? എന്താണിത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് ഫിബൊനാച്ചി സീരീസ്. 1 കൂടി കൂട്ടുമ്പോൾ 2 കിട്ടി, 2 1 കൂടി കൂട്ടുമ്പോൾ 3 കിട്ടി, 2 3 കൂടി കൂട്ടുമ്പോൾ 5, 3 5 കൂടി കൂട്ടുമ്പോൾ 8. നെക്സ്റ്റ് 8 + 5 ചെയ്യുക. 8 5 എത്രയാണ്? 13. 13 8 21. അങ്ങനത്തെ ഒരു സീരീസിനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ്. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഫിബൊനാച്ചി സീരീസ് ഏതെന്നുള്ളത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് നോക്കാം. മാർഗോ എന്ന് പറയുന്നത് MARGO എന്ന് പറയുന്നത് 3 8 6 2 1 ആണ്. കിങ് എന്ന് പറയുന്നത് 4 7 5 2 ആണ്. എങ്കിൽ അതേ ഭാഷയിൽ എന്ത് നമുക്ക് ചെയ്യണം? ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? G എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, കണ്ട, ഇവിടെയും G 2 ആണ്, ഇവിടെയും G 2 ആണ്. O എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 1 കൊടുക്കണം. I എന്ന് പറഞ്ഞാൽ 7 കൊടുക്കണം. N എന്ന് പറഞ്ഞാൽ 5 കൊടുക്കണം. 2 1 7 5 2 ഓപ്ഷൻ B ആണ്, D ആണ് ആൻസർ. ഇവിടെ ക്വസ്റ്റ്യൻ കട്ടായി പോയിട്ടുണ്ട്. 2 ആണ്. 7 1 5 2 1 7 5 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഒരു വാഹനം യാത്രയുടെ 120 കിലോമീറ്റർ ദൂരം 30 km/മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വാഹനത്തിന്റെ ആദ്യത്തെ ദൂരം 120 കിലോമീറ്റർ ആണ്, 120 ആണ്. അടുത്തതും എത്രയാണ്? 120 ആണ്. അതായത് തുല്യ ദൂരമാണ്. തുല്യ ദൂരം എന്താ പറയുന്നത്? വ്യത്യസ്ത വേഗത. തുല്യ ദൂരം വ്യത്യസ്ത വേഗതയാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ഇക്വേഷൻ? 2AB ഡിവൈഡഡ് ബൈ A + B ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ എന്താ വരേണ്ടത്? 2 × A എന്ന് പറയുന്നത് വേഗതകൾ മാത്രം മതി നമുക്ക്. ഇവിടെ ഈ 120 ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. 2 × 30 × ഇവിടെ 20 വരും, ഡിവൈഡഡ് ബൈ 30 + 20 എന്ന് വരും. ഓക്കെ, 2 × ഇവിടെ എത്ര വരും? 2 × 30 × 20 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. ഈ 0 കൂടി കട്ടായി പോകും. 5ഉം ഇതും കൂടി കട്ടായി പോകും. 6 തവണ. ഇവിടെ എത്രയാണ്? 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. സോ ശരാശരി എന്ന് പറയുന്നത് 24 km/മണിക്കൂർ ആണ്. നെക്സ്റ്റ് നോക്കാം. ഒരാൾക്ക് 34 വയസ്സുള്ള മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകൻ 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇളയ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ട് എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം 34 വയസ്സുള്ളപ്പോൾ ആര് ജനിച്ചു? മൂത്ത മകൻ ജനിച്ചു. ഓക്കെ, അപ്പൊ ഇയാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകന് 0 വയസ്സായിരുന്നു. ഇനി എന്താ പറയുന്നത്? 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. 8 വർഷം കഴിഞ്ഞപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഇളയ മകന്റെ ഇപ്പോൾ ഇളയ മകന്റെ, ഇത് മൂത്ത മകന്റെ പ്രായമാണ്, ഇത് ഇളയവന്റെ പ്രായം. ഇളയവന്റെ വയസ്സ് ഇപ്പൊ 0 ആണ്. 8 വയസ്സുള്ളപ്പോൾ ഇയാൾ ജനിച്ചു. ഇപ്പൊ ഇളയവന് 13 വയസ്സെന്ന് പറയുമ്പോൾ മൂത്തവന്റെ വയസ്സ് എത്രയായിരിക്കും? മൂത്തവൻ എത്ര വയസ്സുണ്ടാകും? ഇപ്പൊ 13 എന്ന് പറയുമ്പോൾ അവന്റെ വയസ്സ് എത്രയാണ്? 13നോട് 8 കൂട്ടിയാൽ പോരെ? 13 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 21 ആണ് ഇപ്പൊ മൂത്തവന്റെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? ഈ 34നോട് 21 കൂട്ടിയാൽ മതി. 34 + 21 എന്ന് പറയുമ്പോൾ എത്ര വരും? 55 വരും. ഓക്കെ, ഈ 55ലോട്ട് പോകരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ അച്ഛന്റെ പ്രായം അല്ല ചോദിച്ചിരിക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 65 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്.